ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോ സമാധാനം ഉണ്ടല്ലേ ചേച്ചി. അപ്പൊ നമ്മുടെ എത്രയും 97 97 ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് പ്രൈം നമ്പർ. 101 ഒരു പ്രത്യേകതയുണ്ട്. ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, ആവശ്യം വരും. എടാ ഒരു പേയ്മെന്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു 2000 രൂപ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അയക്കാവോ? 2000? യെസ്, ഓൺലി 2000. 997 നടപടി ആവൂല. പക്ഷെ 997 ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ? നിങ്ങൾക്കറിയോ 997 ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ? ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈം നമ്പർ കണ്ടെത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നു? 2നെ 2 കൊണ്ട് തന്നെ 13,62,79,841 തവണ ഗുണിച്ചതിന് ശേഷം കിട്ടുന്ന വലിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രൈം നമ്പറായി കണക്കാക്കുന്നത്. അതിനെ എന്താണ് പ്രൈം നമ്പറുകൾ അഥവാ അഭാജ്യ സംഖ്യകൾ? ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ടും 1 കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ സാധിച്ചാൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. 0-നും 100-നും ഇടയിൽ 25 പ്രൈം നമ്പറുകളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അത് തന്നെയാണ് ആകെയുള്ള പ്രൈം നമ്പറുകളിൽ ഒരേ ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. ഇതിൽ 1-2 കാര്യങ്ങൾ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. റിലേറ്റീവ്ലി പ്രൈം അഥവാ കോപ്രൈം നമ്പേഴ്സ്, അതേപോലെ തന്നെ ട്വിൻ പ്രൈം നമ്പേഴ്സ്. ഇതിലെ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2ഓ അതിലധികമോ നമ്പേഴ്സിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് 1 വന്നാൽ അത്തരം സംഖ്യകളെ നമുക്ക് കോപ്രൈം അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ട്വിൻ പ്രൈം നമ്പേഴ്സ്. 2 പ്രൈം നമ്പേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അത്തരം പ്രൈം നമ്പേഴ്സിനെ നമുക്ക് എന്ത് പറയാം? ട്വിൻ പ്രൈം നമ്പറുകളാണെന്ന് പറയാം.